കൊച്ചി വൈറ്റ്ലയിൽ കൊല്ലപ്പെട്ട കോട്ടയം സ്വദേശി സുധാ ബേബി നേരിട്ടത് ക്രൂരമർദ്ദനം. പ്രതി ഷാജി സുധയുടെ മുഖത്തും കണ്ണിലും പലതവണ മുഷ്ടി കൊണ്ട് ഇടിച്ചു. കരിങ്കല്ലിലേക്ക് തെറിച്ചു വീണ സുധയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി ഷാജിയുമായി പോലീസ് ഇന്ന് വൈറ്റ്ലയിൽ തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ക്രൂര മർദ്ദനത്തിന് തന്നെയാണ് സുധാ ബേബി ഇരയായത് എന്നതാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് ഇതുവഴി കടന്നുപോയ അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് ഈ സുധാ ബേബിയുടെ മൃതദേഹം ഈ റെയിൽവേ ട്രാക്കിൽ വൈറ്റില മേൽപ്പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തുന്നത്. ആരാണ് എന്നുള്ള ഒരു അന്വേഷണമാണ് അത് പിന്നീട് കോട്ടയം സ്വദേശി സുധാ ബേബിയാണ് എന്നതിലേക്ക് പോലീസിനെ എത്തിച്ചത്. പിന്നീട് ഈ പ്രദേശത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊച്ചി സ്വദേശിയായ ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും ഈ ഷാജിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ഷാജി നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമാണ്. കഴിഞ്ഞ കുറേ കാലമായി സുധാ ബേബിയും ഷാജിയും തമ്മിൽ അടുപ്പത്തിലാണ്. നേരത്തെയും ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് ഷാജിയും ഈ പറയുന്ന സുധാ ബേബിയും എത്തിയിട്ടുണ്ട്. അവിടെ സാധാരണ നിലയിൽ വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. രാത്രികാലങ്ങളിലൊക്കെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ സാധാരണ നേരത്തെയും ഇവർ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഘട്ടത്തിൽ ഇങ്ങനെ സുധാ ബേബി പറഞ്ഞു തനിക്ക് താനുമായുള്ള ബന്ധം അത് വീട്ടുകാരെ അറിയിക്കും, പുറത്ത് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിപ്പെടുത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ദേഷ്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സുധാ ബേബിയെ അതിക്രൂരമായി ഷാജി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിക്രൂരമായ മർദ്ദനമാണ് ഈ സുധാ ബേബി നേരിട്ടത് എന്നുള്ളതാണ്. പല തവണ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് സുധാ ബേബിയുടെ മുഖത്ത് ഇടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമികമായ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ആ ഇടി കൊണ്ടിട്ട് ശേഷം ഈ ബ്ലഡ് അടക്കം വായിൽ നിന്ന് വന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ഇടി കിട്ടിയപ്പോൾ ഈ മുഷ്ടി കൊണ്ടുള്ള മുഖത്ത് അടി ഏറ്റ ഈ സുധാ ബേബി മറിഞ്ഞ് അടുത്തുള്ള കല്ലിലേക്ക് തലയടിച്ച് വീണ് തലയ്ക്കും ഗുരുതരമായ പരിക്കേറ്റു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനമാണ്. ഇന്നലെ മൃതദേഹം കണ്ടെത്തുമ്പോൾ മുഖത്തൊക്കെ വലിയ രീതിയിലുള്ള മുറിവും പരിക്കുമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനമാണ് ഈ സുധാ ബേബി നേരിട്ടത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ബന്ധം പുറത്തു പറയുമെന്നുള്ള ഒരു ഭീഷണിയാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകത്തിലേക്ക് ഷാജിയെ നയിച്ചത് എന്നുള്ളതാണ് ഷാജി നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഇരുവരും കുറേ കാലങ്ങളായ അടുപ്പത്തിലാണെന്ന് കൂടി പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇന്നിപ്പോൾ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഈ പ്രതിയെ ഈ വൈറ്റില മേൽപ്പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. ഏതായാലും ഇന്നലെ പോലീസിൻ്റെ അതിവേഗത്തിലുള്ള നീക്കമാണ് പ്രതിയെ കുടുക്കിയത്. ആ ബോഡി കണ്ടെത്തുമ്പോൾ, ആ മൃതദേഹം കണ്ടെത്തുമ്പോൾ അത് ആരുടേതാണ് എന്താണ് എന്നുള്ളൊരു വിവരം പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കൊലപാതകം ആണ് എന്നുള്ള കാര്യം പോലീസ് ആ ഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. നിർണായകമായി ആദ്യം ആ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് മൊബൈൽ ഫോൺ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് മരിച്ചത് കോട്ടയം സ്വദേശി സുധാ ബേബിയാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അപ്പോഴും പ്രതി ആരാണ് കൊന്നത്, എന്തിനു കൊന്നു എന്നുള്ള ചോദ്യം ബാക്കിയായിരുന്നു. പക്ഷേ പിന്നീട് CCTV അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ കാറിൽ പോകുന്നത്, ഈ ഷാജിയും സുധാ ബേബിയും കാറിൽ പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു. അതാണ് നിർണായകമായത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പ്രതിയെ പിടിക്കാൻ പോലീസിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഷാജിയും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്നില്ല പിടികൂടുമെന്ന്. ഏതായാലും പോലീസിന്റെ അതിവേഗത്തിലുള്ള നീക്കമാണ് ഇന്നലെ ഈ കേസിൽ കണ്ടത്. ശരി, എന്തായാലും വൈറ്റ്ലയിൽ കൊല്ലപ്പെട്ട കോട്ടയം സ്വദേശി സുധാ ബേബിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുധാ ബേബി ക്രൂര മർദ്ദനത്തിനാണ് ഇരയായത് എന്നടക്കമുള്ള വിവരങ്ങളാണുള്ളത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.